നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം ആദ്യം നോക്കാം. അതിൻ്റെ 35-ാം വാക്യം. നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഈ വാക്യം നിങ്ങൾ ഓർത്തിരിക്കുകയും വേണം. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണിത്. കാരണം ദൈവവചനം ഞാൻ പഠിച്ചപ്പം ഈ വാക്യം പോലെ ദൈവത്തിൻ്റെ സർവാധികാരത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഇത്രമാത്രം വ്യക്തതയോടുകൂടെ പറയുന്ന മറ്റൊരു വാക്യവും ഞാനിതുവരെ കണ്ടിട്ടില്ല. അത്ഭുതകരമെന്ന് പറയട്ടെ, ഇത് പറയുന്നത് ജാതീയനായ ഒരു രാജാവാണ്. അവൻ്റെ പേര് നെബൂഖദ്നേസർ എന്നായിരുന്നു. ദൈവം അവനെ താഴ്ത്തുകയും അവനെ തൻ്റെ സർവാധികാരത്തെക്കുറിച്ച് ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു. 7 വർഷങ്ങൾ കൊണ്ട് അവൻ വളരെ ആഴത്തിൽ ദൈവത്തിൻ്റെ സർവാധിപത്യത്തെപ്പറ്റി മനസ്സിലാക്കി. നാം കാണുന്നു, അവൻ വളരെ നിഗളിയായ ഒരാളായിരുന്നു. അവനാണ് ബാബിലോൺ പണിതത്. അവൻ്റെ ആ പണിയിൽ അവൻ വളരെ നിഗളിയായി. ദൈവം അവനെ വളരെ അധികം താഴ്ത്തി. 33-ാം വാക്യത്തിൽ നമുക്കത് വായിക്കാനായിട്ട് കഴിയും. 7 വർഷം അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ കാള എന്നതുപോലെ പുല്ല് തിന്നുവാനിടയായി. 33-ാം വാക്യത്തിൻ്റെ അവസാനം അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. അവൻ്റെ രോമം കഴുകൻ്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും ആയി തീർന്നു. അവനൊരു മൃഗത്തെ പോലെയായി. അവനെ ഇത് പഠിപ്പിക്കുകയായിരുന്നു, നീ ചിന്തിക്കുന്നോ നീ വളരെ മിടുക്കനും കഴിവുള്ളവനുമാണെന്ന്. ദൈവം പറഞ്ഞ്, ഞാൻ നിന്നെ താഴ്ത്തി ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യും. ഇത് നിഗളിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. അവരുടെ ജീവിതം കൊണ്ട് അവർ നേടിയ ചില കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നു, എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഞാൻ വളരെ മിടുക്കനാണ്, എനിക്കതിനുള്ള കഴിവുണ്ട്. ലോകം മുഴുവൻ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സഭയിലും ഇതുപോലെയുള്ള ധാരാളം ആളുകളുണ്ട്. ഇതിൽ നിന്ന് അവരൊരു പാഠം പഠിക്കണം. എങ്ങനെയാണ് ദൈവം ഇതിനെ താഴ്ത്തിയത്? അതുപോലെ ഇതും നാം പഠിക്കണം. ദൈവത്തിൻ്റെ കൃപ നമ്മളെ വിട്ടുമാറിയാൽ നമ്മളൊരു മൃഗത്തിന് തുല്യമായി തീരുമെന്നുള്ള കാര്യം. നിങ്ങളിത് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. ദൈവം തൻ്റെ കൃപ നമ്മളിൽ നിന്ന് മാറ്റിയാൽ നമ്മളും ഇങ്ങനെ തന്നെയാവും. നമ്മൾ നിലത്തൂടെ എഴുകയും പുല്ല് തിന്നുകയും ചെയ്യും. നാമം പൂർണ്ണമായും ഇവനെ പോലെ തന്നെയാവും. എന്നാൽ അവൻ ഈ പാഠം പഠിച്ചു കഴിഞ്ഞപ്പം സാധാരണ ദൈവം ഇതുപോലെ ആളുകളെ താഴ്ത്താറില്ല. ആളുകളെ താഴ്ത്താൻ ദൈവത്തിന് പല മാർഗങ്ങളുമുണ്ട്. ഇത് വളരെ മോശപ്പെട്ട ഒരു വഴിയായിരുന്നു. ഒരു മൃഗത്തെ പോലെ ആയത്. അവനൊരു രാജാവായിരുന്നു. ഇപ്പം എല്ലാവരും കാണുന്നു ഈ വലിയ രാജാവ് കാളയെ പോലെ പുല്ല് തിന്നുന്നതും സുബോധം നഷ്ടപ്പെട്ട് ഇപ്പോൾ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാൽ ഇതിൻ്റെ അനന്തരഫലം ഇതായിരുന്നു, അവൻ വളരെ ആഴത്തിലുള്ള ഒരു പാഠം പഠിച്ചു. അതിന് 7 വർഷമെടുത്തു. എന്നാൽ 20 വർഷം കൊണ്ട് അനേക വിശ്വാസികൾ പഠിക്കാത്ത ആഴത്തിലുള്ള ഒരു പാഠം അവൻ പഠിച്ചു. അല്ലെങ്കിൽ 30 കൊല്ലം കൊണ്ട്. ഇത്ര ബുദ്ധിമുട്ടുള്ള ഈ പാഠം പഠിച്ച ഒരു വിലയേറിയ കാര്യമാണ് ഞാൻ പറയുന്നത് നിശ്ചയമായിട്ടും. കാരണം ഞാൻ ചിന്തിക്കുന്നത് നെബൂഖദ്നേസർ എന്ന സ്വർഗത്തിലാണെന്ന്. അവൻ വളരെ താഴ്മയുള്ളവനായി. അനേക വിശ്വാസികൾ ഇവനെ പോലെ താഴ്മയുള്ളവരല്ല. അവർക്ക് ക്രിസ്തുവിനെ പറ്റി ഒത്തിരി അറിയാം, എന്നാൽ അവർ സ്വർഗത്തിലായിരിക്കുകയില്ല. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വർഗത്തിൽ നിഗളിയായ ഒരാൾ പോലും ഒരിക്കലും പ്രവേശിക്കില്ല. ഒരാൾ പോലും. ആദ്യം നിഗളിയായ ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ പ്രധാന ദൈവദൂതൻ, അവൻ്റെ പേര് നമുക്കറിയത്തില്ല. ആളുകൾ അവനെ ലൂസിഫർ എന്ന് വിളിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് അവൻ പിശാചായി തീർന്നു. ഒരു നിമിഷം, അതിന് സമയമെടുത്തില്ല. ആ സമയം മുതൽ ഇന്ന് വരെ അവനോടുകൂടെ നിഗളികളായി തീർന്ന മറ്റു ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആ സമയം മുതൽ ഇന്ന് വരെ നിഗളിയായ ഒരു മനുഷ്യനോ ഒരു ദൂതനോ ഒരിക്കലും സ്വർഗത്തിൽ ഉണ്ടായിട്ടില്ല. അവർക്ക് ദൈവസന്നിധിയിൽ വസിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയട്ടെ, നിഗളിയായ ഒരാൾ പോലും ഒരിക്കലും അവിടെ എത്തിച്ചേരത്തില്ല ഈ നിത്യതയിൽ. ഈ താഴ്മ പഠിക്കാനായിട്ട് ദൈവം ഈ ഭൂമിയിൽ നമുക്ക് സമയങ്ങൾ തന്നിട്ടുണ്ട്. യേശുവിൻ്റെ മാതൃക നമുക്കുണ്ട്. അവനിൽ നിന്നത് പഠിക്കുമെങ്കിൽ സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരോട് നാം ചേരും. നാം അത് പഠിക്കുന്നില്ലെങ്കിൽ, ചില വിശ്വാസികൾ അത് 20-30 കൊല്ലം കൊണ്ട് പഠിക്കുന്നില്ല. 35-ാം വാക്യത്തിൽ ഇവൻ പറയുന്നത് എന്താണെന്ന് കേട്ടെ. ദൈവത്തിൻ്റെ ആ സർവാധികാരത്തെപ്പറ്റി. ഇതിൽ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു.
നിങ്ങളത് പഠിച്ചോ? നിങ്ങൾ മനസ്സിലാക്കിയോ ദൈവത്തിന് മുമ്പിൽ നിങ്ങളൊരു പൂജ്യമാണെന്ന്? നെബൂഖദ്നേസർ അത് മനസ്സിലാക്കി. അവൻ പഠിച്ച ഏറ്റവും വലിയ പാഠമാണത്. ഞാൻ ഒരു പൂജ്യമാണ്. ഇത് മനസ്സിലാക്കാൻ അനേക വിശ്വാസികളെ അനേക സമയങ്ങളെടുക്കുന്നു. ഞാനൊരു പൂജ്യമാണ്. അതുപോലെ രണ്ടാമത്, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും അവൻ തൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ ഇഷ്ടമുള്ളത് അവൻ പ്രവർത്തിക്കുന്നു. കാരണം അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ ആഗ്രഹിക്കുന്ന എന്തും അവൻ സ്വർഗത്തിൽ ചെയ്യാൻ കഴിയും. അതുപോലെ അവൻ ആഗ്രഹിക്കുന്ന എന്തും അവൻ ഭൂവാസികളോടും ചെയ്യുന്നു. ഇവിടെ ചില കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, സർവ്വഭൂവാസികളും 0 ആണ്. രണ്ടാമത്, ദൈവം തനിക്കിഷ്ടമുള്ളതൊക്കെ സ്വർഗത്തിൽ ചെയ്യുന്നു. അതുപോലെ അവൻ ഈ ഭൂവാസികളുടെ ഇടയിലും തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. നിന്റെ എല്ലാ ശത്രുക്കളും, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിന്റെ മേലധികാരി, അതുപോലെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിന്റെ അയൽവാസി, നിന്നെ ബുദ്ധിമുട്ടിരിക്കുന്ന മറ്റാളുകൾ, ഇങ്ങനെയുള്ള എല്ലാവരുടെ മേലും ദൈവത്തിന് പൂർണ്ണ അധികാരമുണ്ട്. സകല ഭൂവാസികളുടെ മേലും. ഞാൻ പറയട്ടെ, അനേക വിശ്വാസികൾ ഇത് പഠിച്ചിട്ടില്ല. സകല ഭൂവാസികളെ അവനാ നിയന്ത്രിക്കുന്ന കാര്യം അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ പരാതിപ്പെടുന്നത്. ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അവൻ എന്നോട് അങ്ങനെ ചെയ്തു. നീ ചിന്തിക്കുന്നു ദൈവത്തിന് അത് അറിയത്തില്ലെന്ന്? അല്ലെങ്കിൽ ദൈവത്തിന് അത് നിയന്ത്രിക്കാൻ കഴിയില്ലേ? നാം വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നുവെന്ന്. ഈ ഭൂമിയിൽ ഒരു പ്രത്യേക കൂട്ടം ആളുകളുണ്ട്. അവരെ ദൈവത്തിനറിയാം. വിശ്വാസികളാണെന്ന് പറയുന്ന എല്ലാവരുടെയും കാര്യമല്ല. പൂർണ്ണ ഹൃദയത്തോടെ അവർ കർത്താവിനെ സ്നേഹിക്കുന്നു. അവർക്ക് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ കൂട്ടത്തിലായിരിക്കണം. കാരണം അവർക്ക് അതിമനോഹരമായ ഒരു വാഗ്ദാനം ദൈവം കൊടുത്തിട്ടുണ്ട്. അവൻ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ നീ അവനെ സ്നേഹിക്കുന്നെങ്കിൽ. അതാണ് വ്യവസ്ഥ. ദൈവം പറയുന്നു, ഇത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. മറ്റുള്ളവർ നിനക്ക് നേരെ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അത് നിന്റെ നന്മയ്ക്കായിട്ട് തീരും. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം യോസെഫിൻ്റെതാണ്. അവൻ്റെ സഹോദരന്മാർ അവനോട് അസൂയപ്പെട്ട് അവനെ വിറ്റ്, എന്നാൽ അവൻ്റെ നന്മയ്ക്കായി തീർന്നു. ഇതുപോലുള്ള അനേക ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകല നിവാസികളുടെ മേലും കർത്താവിന് നിയന്ത്രണമുണ്ട്. അതുപോലെ നാലാമത്തെ കാര്യം, ആർക്കും അവൻ്റെ കയ്യെ തടുപ്പാനായിട്ട് കഴിയില്ല. അതിനർത്ഥം ദൈവം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആർക്കും അത് ചെയ്യാതിരിക്കാൻ അവനെ തടയാൻ കഴിയില്ല. ഒരാളിൽ കൂടെ ദൈവം എനിക്കൊരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആർക്കും ദൈവത്തിൻ്റെ കയ്യെ തടയാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ചില കഷ്ടതകളിലൂടെ ദൈവം എന്നെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതൂ. യേശുവാണ് ഏറ്റവും അധികം കഷ്ടത അനുഭവിച്ച ആൾ. നാമൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ആളുകൾ വന്ന് അവൻ്റെ മുഖത്തടിച്ചപ്പം ദൈവം അവൻ്റെ കയ്യെ തടഞ്ഞില്ല. അവനെ അടിച്ചപ്പോഴോ അവനെ തുപ്പിയപ്പോഴോ പിതാവ് അവരെ തടഞ്ഞില്ല. എന്നോടും നിങ്ങളോടും അങ്ങനെ ചെയ്യുമ്പം ദൈവം അത് തടഞ്ഞെന്ന് വരില്ല. അവനതിന് കഴിയാത്തതുകൊണ്ടല്ല. ആർക്കും അവൻ്റെ കയ്യെ തടയാൻ കഴിയില്ല. എന്നാൽ അവൻ അതിന് അനുവദിച്ചു. യേശുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത സമയത്ത് അപ്പോസ്തലനായ പൗലോസിൻ്റെ തല ഛേദിക്കപ്പെട്ടു. ആ വാളുമായിട്ട് വന്നവനെ ദൈവം തടഞ്ഞില്ല. ആ വാൾ അവൻ്റെ തലയിൽ വീണു, അവൻ്റെ തല ഛേദിക്കപ്പെട്ടു. ജയിലിൽ വെച്ച് ചിലർ വന്ന് അപ്പോസ്തലനായ യാക്കോബിൻ്റെ തല ഛേദിച്ചു. അത് ചെയ്ത് ദുഷ്ടനായ ഹെരോദാവായിരുന്നു. ദൈവം അവൻ്റെ കയ്യും തടഞ്ഞില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, പട്ടാളക്കാർ യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടി. വലിയ പ്രവാചകൻ, പഴയ നിയമത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു അവൻ. യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടാനായിട്ട് അവനവൻ്റെ വാൾ ഉയർത്തിയപ്പം ദൈവം അവനെ തടഞ്ഞില്ല. ഇവിടെ പറയുന്നു, അവൻ്റെ കൈ തടയാൻ ആർക്കും കഴിയില്ല. എങ്കിലും കഷ്ടത്തിൽ കൂടെ കടന്നു പോകാനാണ് തൻ്റെ വിലയേറിയ ദാസന്മാരെ ദൈവം അനുവദിച്ചു. ഇത് തെളിയിക്കാനായിരുന്നു. എന്ത് സംഭവിച്ചാലും അവർ ദൈവത്തിനാണ് നിൽക്കുമെന്ന്. യേശുവാണ് അതിൻ്റെ വലിയ മാതൃക. മറ്റൊരാൾ യോഹന്നാൻ സ്നാപകനായിരുന്നു. നാമും ഈ കാൽപ്പാട് നോക്കിയാണ് നടക്കേണ്ടത്.